ബി.ജെ.പി. നിരന്തരം സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളൊന്നാണ് പശ്ചിമ ബംഗാൾ. ബാക്കിയുള്ള 3 സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യയിലാണ്. അതായത് എല്ലാ ദിവസവും ചെറുതും വലുതുമായ സമരങ്ങളുണ്ടാകും, പ്രക്ഷോഭങ്ങളുണ്ടാകും, പോലീസുമായുള്ള ഏറ്റുമുട്ടലുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളൊന്ന് തമിഴ്നാടാണ്, മറ്റൊന്ന് കർണാടക, മൂന്നാമത് തെലുങ്കാന, പിന്നെയുള്ളത് പശ്ചിമ ബംഗാളാണ്. ബാക്കിയുള്ള ഇടങ്ങളിൽ എല്ലാം തന്നെ ബി.ജെ.പി. അവിടുത്തെ അഴിമതികൾക്കെതിരെയും മറ്റുമാണ് സമരം ചെയ്യുന്നതെങ്കിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളുടെ വിളയാട്ടത്തിനെതിരെയും അവരുടെ കൊലപാതകങ്ങൾക്കെതിരെയും നിരന്തരം പോരാട്ടമാണ്. പോരാട്ടം എന്ന് പറഞ്ഞാൽ പോരാ, ചെറിയ സമരവുമല്ല. കാരണം സംഘർഷത്തിലാണ് പല ചെറുതും വലുതുമായ സമരങ്ങൾ പശ്ചിമ ബംഗാളിൽ എന്നും കാണാറുള്ളത്. ഏറ്റവും ഒടുവിൽ നാം കാണുന്ന സന്ദേശ് ഖാലിയിലായാലും അവിടെ സ്ത്രീകൾ രാഷ്ട്രീയ ഭേദമന്യേ തെരുവിലിറങ്ങി ഒരു സംഘർഷത്തിൻ്റെ വഴിയിലൂടെ നീങ്ങുന്ന കാഴ്ചയാണ് നാം കാണാൻ കഴിയും. അങ്ങനെ നിരന്തരം മമതയുമായി ഏറ്റുമുട്ടുന്ന ഒരു രീതിയാണ് പശ്ചിമ ബംഗാൾ. അത് ആ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം, അവിടെ മുൻപ് CPM ഭരിച്ചിരുന്നപ്പോഴും അക്രമ രാഷ്ട്രീയത്തിന് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ പരസ്പരം പോരാടി നിൽക്കും, കരുത്തൻ ജയിക്കും, അവൻ ഭരിക്കും. അതാണ് പശ്ചിമ ബംഗാളിൻ്റെ ഒരു ലൈൻ. അവിടെ ബി.ജെ.പിയും സ്വീകരിച്ചിരിക്കുന്നത് അതേ മാർഗമാണ്. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ച് പശ്ചിമ ബംഗാളിൽ അവർക്ക് വളരാൻ ഇതുവരെ കഴിയാതിരുന്ന ഒരു ഇടമാണ്, അവർ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു ഇടമാണ്. അതുതന്നെയാണ് ബി.ജെ.പി. അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടും പ്രശ്നവുമൊക്കെ. 3% നിന്ന് അവർ 18 സീറ്റിലേക്ക് ഉയർന്നതും നാം കണ്ടതാണ്. ഇപ്പോഴവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് വിവിധ മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ മമതാ ബാനർജിക്ക് വലിയ ഒരു മുൻതൂക്കമാണ് പ്രവചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആകണം മമതാ ബാനർജി INDA മുന്നണിയിൽ നിന്ന് പതുക്കെ സ്കിപ്പ് ചെയ്യുകയുണ്ടായി, താൻ ഒറ്റയ്ക്കാണ് പോരാടുന്നതെന്ന് പറയുകയുണ്ടായി. ഏതായാലും അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് നമുക്ക് കാണിച്ചു തരുന്നത് ബി.ജെ.പി. അവർക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 39% വോട്ട് ഷെയർ അത് 40 ഉയർത്തും എന്നുള്ളത് തന്നെയാണ്. അതായത് അവരുടെ വോട്ട് ഷെയറിൽ ഇടിവുണ്ടാകില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പക്ഷേ മമതാ ബാനർജി വോട്ട് ഷെയറിൽ 3% കുറവുണ്ടാകുമെന്നും പറയുന്നു. ഇവിടെ എങ്ങനെയാണ് ബി.ജെ.പി. കഴിഞ്ഞ തവണ ഈ 3% നിന്ന് 39% കുതിച്ചു ചാടിക്കൊണ്ട് 42 ലോക്സഭാ സീറ്റുകളിൽ 18 പിടിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ്. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി.ജെ.പി. ലക്ഷ്യം വെച്ചത് മുഴുവൻ അവിടുത്തെ CPM വോട്ടുകളായിരുന്നു. ആ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ അറിയാം. 2014 31% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന CPM-ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 7.7% വോട്ടിംഗ് ശതമാനത്തിലേക്ക് അവർ കൂപ്പുകുത്തി. ബാക്കി വോട്ടുകളെല്ലാം പോയത് ബി.ജെ.പിയിലേക്കാണ്. അതായത് മമതയ്ക്കെതിരെ ഉയരുന്ന വികാരത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമായിരുന്നു CPM എങ്കിൽ ആ CPM-ൻ്റെ വോട്ട് മുഴുവൻ കൊണ്ടുപോയത് കാവിപ്പടയായിരുന്നു. അവർ അവിടെ നിന്ന് വളർന്നു 18 സീറ്റുകളിലേക്ക് അവരെത്തി. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് കാര്യമായ വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ബി.ജെ.പി. അതുകൊണ്ട് തന്നെ അവരെ തുടക്കത്തിൽ ലക്ഷ്യം വെച്ചതുമില്ല. അവർക്ക് 2 ലോക്സഭാ സീറ്റുകളുണ്ടായിരുന്നു. ആ 2 ലോക്സഭാ സീറ്റുകളും ഇത്തവണ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഏറ്റവും പുതിയ സർവേ പുറത്തു വരുമ്പോൾ ബി.ജെ.പിക്ക് പ്രവചിക്കുന്നത് 19 തൊട്ട് 20 സീറ്റാണ്. അതായത് അവർ കഴിഞ്ഞ തവണ നേടിയ 18 സീറ്റിനേക്കാൾ 2 സീറ്റ് അധികം നേടുമെന്നാണ്. മമതാ ബാനർജി ഏതാണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റ് നിലനിർത്തും എന്ന് പറയുന്നു. പക്ഷേ സന്ദേശ് ഖാലി പോലുള്ള പ്രശ്നങ്ങൾ നൽകുന്ന സൂചന അതൊരു ദുർനിമിത്തമായി മമതയ്ക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ നോർത്ത് ഫർഗാന 24, സൗത്ത് ഫർഗാന 24 തുടങ്ങിയ വലിയ ജില്ലകൾ, ആ ജില്ലകളിൽ 10 ലോക്സഭാ സീറ്റുണ്ട്. ആ ജില്ലകളിൽ ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വമാണ്, തൃണമൂൽ നേതാക്കളുടെ ഒരു ഗുണ്ടായിസം വിളയാടുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ സാധാരണ ജനം മമതയ്ക്കെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൂട്ട ബലാത്സംഗം വർഷങ്ങളോളം നടന്ന സന്ദേശ് ഖാലിയൊക്കെ ദേശീയ തലത്തിൽ നിന്ന് ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ മമതയുടെ ആ ഒരു സ്പേസ് അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അവരുടെ 3 മന്ത്രിമാർ അകത്താണ്, പല നേതാക്കളും ഒളിവിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മമത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പഴയ പ്രതിച്ഛായ മമതയ്ക്കില്ല. കാരണം മമതയെ പിന്തുണയ്ക്കുന്നതായാലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതായാലും അവിടുത്തെ ബ്രാഹ്മണ വോട്ടുകളായിരുന്നു. ആ വോട്ടുകളിൽ കുറേയൊക്കെ അടർത്തിയെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു സർവേ പ്രകാരം പട്ടികജാതി, OBC, വരേണ്യവർഗം, ഹിന്ദുക്കളിലെ ഉയർന്ന വിഭാഗം ഇവരെല്ലാം ബി.ജെ.പിക്കൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മാത്രമാകും മമതയ്ക്ക് ഒപ്പം നിൽക്കുന്നത്. അതൊരു ചെറിയ സംഖ്യയല്ല. 6 ജില്ലകളിൽ അവർക്ക് നിർണായക റോളുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക്. ആ ന്യൂനപക്ഷങ്ങളെ പിടിച്ച് മമതയ്ക്ക് മുൻപോട്ട് പോകാനും കഴിയില്ല. 6 ജില്ലകളിലെ സീറ്റുകൾ മാത്രം പോരാ അവരുടെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് പറയേണ്ടി വരും. പശ്ചിമ ബംഗാളിൽ മമതയുടെ മുകളിൽ
BJPക്ക് മേൽക്കൈ നേടിയേ മതിയാകൂ. കാരണം പശ്ചിമ ബംഗാളിലെ കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്തുകയല്ല BJPയുടെ ലക്ഷ്യം, അതുക്കും മുകളിലേക്ക് സീറ്റ് നേടുക എന്നത് തന്നെയാണ്. അങ്ങനെ നേടിയെങ്കിൽ മാത്രമേ 370+ എന്നവരുടെ സ്വപ്നത്തിന് മുൻപോട്ട് പോകാൻ കഴിയൂ. ഏതായാലും അതിന് കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ചില സൂചനകൾ നൽകുന്നതും. കാരണം നിരന്തര പോരാട്ടത്തിലൂടെ BJP അവിടെ ജനഹൃദയങ്ങളിൽ അവിടുത്തെ അഴിമതി, റേഷൻ കുംഭകോണം അടക്കമുള്ള അഴിമതി, അവരുടെ ഈ ഗുണ്ടായിസം, ഇതൊക്കെ തുറന്നു കാണിക്കാൻ BJPക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിരിക്കുന്നു. അടിച്ചാൽ തിരിച്ചടിക്കുന്നവനെ പശ്ചിമ ബംഗാളിൽ സ്ഥാനമുള്ളൂ, അല്ലാതെ അടിയും കൊണ്ടോടുന്നവന് സ്ഥാനമില്ല. അത് നാം പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴവിടെ അടിക്കടിയുമായി നിൽക്കുന്ന രണ്ട് കൂട്ടരെയാണ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സംസ്ഥാന സർക്കാരാണെങ്കിൽ മറ്റൊടുത്ത് കേന്ദ്ര സർക്കാരാണ്. അണികളാകട്ടെ തെരുവിൽ എന്തിനും പോകാനായി പരസ്പരം ഏറ്റുമുട്ടലിനായി കാത്തിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല മമതയ്ക്ക്. BJP സംബന്ധിച്ച് കൂടുതൽ സീറ്റുകൾ നേടിയേ കഴിയൂ. ഇവിടെ ഞെങ്ങിപ്പോയത് CPM ആണ്. CPMന് ഇത്തവണയും പ്രതീക്ഷ പോയിട്ട് സ്വപ്നം പോലുമില്ല. കോൺഗ്രസിന് 2 സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രം അറിയാം. ഏതായാലും BJP അവിടെ 20ലോ 21ലോ എത്തി നിൽക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പശ്ചിമ ബംഗാളിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇത് തന്നെയാണ് ന്യൂസിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.